ഈസി നൊസ്റ്റാൾജിക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. കപ്പ ബിരിയാണി എല്ലാവർക്കും പരിചിതമാണോ എന്നറിയത്തില്ല. ക്രിസ്ത്യൻ കല്യാണങ്ങളിലേക്ക് തലേദിവസത്തെ ഒരു പ്രധാന വിഭവമാണ് കപ്പ ബിരിയാണി. അതിന് വേണ്ടത് പ്രധാനമായിട്ടും എല്ലാണ്. അപ്പം എല്ലെന്ന് പറയുമ്പം നല്ല മുഴനെഞ്ചെന്ന് പറയും നമ്മുടെ നാട്ടിലേക്ക്. അപ്പം അത് നോക്കി നമ്മൾ വാങ്ങുവാണെങ്കിൽ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. പരമാവധി എല്ലാവരും നല്ല എല്ല് വാങ്ങാൻ ശ്രദ്ധിക്കുക, എങ്കിലാണ് കപ്പ ബിരിയാണിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. കാരണം അടുപ്പിലൊക്കെ വേവിച്ച് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് കുക്കറിൽ അതുമല്ല കുക്കറിൽ വേവിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. നല്ല ഫ്രഷ് കരിവേപ്പില, അതിൻ്റെ കൂട്ടത്തിൽ മുളക്, ഉപ്പ്, അതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്തോളൂ. ഒത്തിരി വേണ്ട, കാരണം നമ്മൾ ഇനിയും മസാല ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടത്, പിന്നെ ഇതാണ് രമ്പേല എന്ന് പറയും. അത് ഉള്ളവരിടുക, അല്ലാത്തവർ വിടുക, കുഴപ്പമില്ല. മുളക് നമ്മൾ എത്രയാണോ വാങ്ങുന്നത് അതിനനുസരിച്ച് വീട്ടമ്മമാർക്ക് അതിനെക്കുറിച്ച് ഒരു പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഇട്ടാൽ മതി. ഒത്തിരി എരിവ് ആദ്യമേ ഇടണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, അതിൻ്റെ കൂടെ ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട, കാരണം എല്ലിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ടി വരില്ല. ഇനി നമുക്ക് കപ്പ പറിക്കാൻ പോകാം. ഇത് നമ്മുടെ സ്വന്തം പറമ്പിലെ കപ്പയാണ്. നമ്മൾ എല്ലിന് കണക്കാക്കിയിട്ട് വേണം കപ്പ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം 1 കിലോ എല്ലാണ് ഉള്ളതെങ്കിൽ 1.5 കിലോ കപ്പ, ആ കണക്കിന് വേണം നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കപ്പ പൊളിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കപ്പ പൊളിച്ച് കഴുകി ചെറുതായിട്ട് കൊത്തി ഞുറുക്കണം. നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ കൊത്തി ഞുറുക്കി എടുക്കുക. നമ്മൾ സെയിം ടൈമിൽ ഒരു വലിയ ചരുവത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കണം. ചൂടാകാതെ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ കപ്പ എടുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പം അതേസമയം തന്നെ കൊത്തി കൊടുക്കുന്ന ആ സമയം തന്നെ ആകണം. ഇതുള്ളൂ. ഇപ്പോൾ എല്ല് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നമ്മൾ എല്ല് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒത്തിരി ടൈം എടുക്കുകയില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിനേക്കുള്ള മസാലകൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പം ഒരു ചീഞ്ചട്ടി ചൂടാക്കി കഴിയുമ്പം അതിലേക്ക് പെരുംജീരകം, മല്ലിപ്പൊടി വീട്ട് നന്നായിട്ട് ഇത് അടി പിടിക്കാണ്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിനോടൊപ്പം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെയുള്ള നമ്മൾ സാധാരണ മസാലയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങ വറുത്തരയ്ക്കാനാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ട് ഇതെല്ലാം ചൂടായി നന്നായിട്ട് ചൂടായി അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന ആ സ്റ്റേജിൽ നമ്മൾ നല്ല പച്ച തേങ്ങ ചിരണ്ടി എടുത്ത് ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ എടുക്കുന്ന കപ്പയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ വറുത്തരയ്ക്കുന്ന അത് സെയിം അതുപോലെ തന്നെ അരച്ചെടുക്കണം. ഇതുണ്ടല്ലേ, മിക്സിയിൽ നന്നായിട്ട് വറുത്തരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. അതിന് നല്ല ഒരു വട്ടമുള്ള ചരുവത്തിലേക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് എല്ലിട്ട് അതിൻ്റെ മേലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമ്മൾ കുടഞ്ഞിടുകയാണ്.
കണ്ടില്ലേ? അപ്പം ഈ കപ്പ ഇതിലെ ഇറച്ചിയുടെ മേലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് അരപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അതേ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അന്നേരം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കുടഞ്ഞെടുത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടുപ്പിലേക്ക് തന്നെ വെക്കണം. ഇതിനെ ആവിക്ക് ഇരുന്ന് ഇത് ഇറച്ചിയും എല്ലും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്നും കൂടെ ആവി കയറുന്ന രീതിയിൽ വെക്കണം. കണ്ടില്ല? ഇതുപോലെ നന്നായിട്ട് കുടഞ്ഞ് കൊടുത്താൽ മതി. അപ്പം എല്ലായിടത്തും മിക്സായിട്ട് ഇട്ടതും പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇത് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ? നന്നായിട്ട് നമ്മൾ സാധാരണ കുത്തി ഇളക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കപ്പ നമ്മൾ കുഴച്ച് പുഴുങ്ങുന്ന ആ ഒരു സ്റ്റൈല്, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാഴയിലേക്ക് വിളമ്പുവാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.